ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സാറ്റർഡേ മോർണിംഗ് ആണ്. എൻ്റെ പേര് ആര്യ. മഹാരാഷ്ട്രയിലാണ് ഞാനുള്ളത്. മഹാരാഷ്ട്രയിലെ കൊപ്പോളി എന്ന് പറയുന്ന പ്ലേസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങളിവിടെ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലാണ് കേട്ടോ. ഹസ്ബൻഡ് കമ്പനി അക്കോമഡേഷനാണ്. ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റിസൈൻ ചെയ്തു, ഒരു ഫുൾ ടൈം ഹോം മേക്കർ. ഞങ്ങളിവിടെ താമസിക്കുന്നത് ഒരു ഫ്ലാറ്റിലാണ് കേട്ടോ. ഹസ്ബൻഡ് കമ്പനി അക്കോമഡേഷനാണ്. ഞാനൊരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചറായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റിസൈൻ ചെയ്തു, ഒരു ഫുൾ ടൈം ഹോം മേക്കർ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നീണ്ടു പോയപ്പോൾ അവസാനം ഞാൻ തന്നെ എൻ്റെ മോട്ടിവേറ്ററായി. ഇപ്പോൾ ചെയ്തില്ലേ പിന്നെ ഇനി എപ്പോൾ ചെയ്യാനാണ്. ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 70 വയസ്സാണ്. അതായത് 25,567 ദിവസങ്ങൾ. അപ്പോൾ അത്രയും ദിവസമാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. അതിൻ്റെ പകുതിയോളം ഏകദേശം കഴിഞ്ഞുപോയി. ബാക്കി ഇനി എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ജീവിക്കാതെ സമാധാനമില്ലാതെ എന്തിനൊക്കെ വേണ്ടി ഓടി അങ്ങനെ ജീവിക്കണോ, സമാധാനത്തോടെ തൃപ്തിയോടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടേതായ രീതി എൻജോയ് ചെയ്ത് അങ്ങനെ വേണോ? ഏതായാലും രണ്ടും നമ്മുടെ ചോയ്സാണ്. സമാധാനം ഇഷ്ടമുള്ളവർക്ക് സമാധാനമുള്ള ഒരു ലൈഫ് ചൂസ് ചെയ്യാം. ഇല്ലാത്തവർക്ക് ബിസി ആയിട്ടിരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഒരു ലൈഫ് ചൂസ് ചെയ്യാം. വർക്കിംഗ് ആയാലും ഇനി ഹോം മേക്കിംഗ് ആയാലും ഏതായാലും നമ്മൾ സന്തോഷത്തോടെ ചെയ്തെങ്കിൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. അല്ലാതെ ഞാനിത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനോട് നമുക്ക് ഒരിഷ്ടവും ഉണ്ടാവില്ല. ശരിക്കും ഒരു സ്ലോ ലിവിങ് ഇഷ്ടമായത് തന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്നതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഹോം മേക്കിംഗ് ആണ്. പുറത്തുപോയി വർക്ക് ചെയ്യുന്നത് ചിലർക്ക് സെറ്റാവും, ചിലർക്ക് സെറ്റാവില്ല. ഇറ്റ് ഡിപ്പെൻസ്. ശരിക്കും നമ്മൾ ഹൗസ് വൈഫ് വീടിനുള്ളിൽ ചെയ്ത് വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മുടെ വീടിനെ സമാധാനമായിട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരും അത് വിചാരിക്കണം. ഒരാളുടെ എഫേർട്ട് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു വീട് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അലങ്കോലമാക്കി ഇടുകയാണെങ്കിൽ അവിടെ പിന്നെ നമ്മുടെ മനസ്സമാധാനം പോവും. നമ്മൾ ചെയ്ത് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ മനസ്സമാധാനവും പോവും. നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. നമ്മൾ ഹാപ്പിയാകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ ഹാപ്പിയാവും. അതുപോലെ നമ്മുടെ ഹാപ്പിനെസ് തകർക്കാതിരിക്കാൻ കൂടെ ഉള്ളവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ചിലപ്പോൾ വീട്ടിലെ ജോലികൾ ചെയ്യാൻ തന്നെ നമ്മൾ തന്നെ നമ്മുടെ മോട്ടിവേറ്റർ ആവേണ്ടി വരും. പിന്നെ ഫുൾ ടൈം വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യാതെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബീസൊക്കെ ചെയ്യുമ്പോൾ മൈൻഡും റിലാക്സ് ആകും. മൂവി കാണാം, പാട്ട് കേൾക്കാം, ഗാർഡനിങ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കെയർ ചെയ്യാം, വെറുതെ നടക്കാൻ പോവാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാനും പറ്റും. നമ്മൾ ഈ ഡിസ്കവർ വൺ സെൽഫ് എന്നൊക്കെ പറയില്ലേ, ചിലപ്പോൾ അതിന് കുറേ ടൈം എടുത്തേക്കാം. എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒരിക്കലും ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ചേട്ടനിങ്ങനെ ബാൽക്കണി കഴുകാനുള്ള വെള്ളം ഒക്കെ എടുക്കാനായിട്ട് കിച്ചണിലോട്ട് വന്നതാണ്. ഇവിടെ ഭയങ്കര പൊടിയാണ് ആക്ച്വലി. ബാൽക്കണിയൊക്കെ നമ്മൾ വീക്ക്ലി എന്ന് പറയാൻ പറ്റില്ല, വീക്കിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകേണ്ടി വരും. നല്ല രീതിയിൽ പൊടിയുണ്ട്. പുറത്ത് ബിൽഡിങ്ങിൻ്റെയൊക്കെ പണി നടക്കുന്നതുകൊണ്ട് സിമെൻറ്റിൻ്റെയൊക്കെ പൊടി നന്നായിട്ട് വരും. അതൊന്നും ഇല്ലെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഈ ഒരു സമയത്ത് നല്ല ഡ്രൈ ആണ്. അപ്പോൾ നന്നായിട്ട് പൊടി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പുറത്തിറങ്ങുമ്പോഴും. തുണിയൊക്കെ ഉണക്കുന്നത് ബാൽക്കണിയിലായതുകൊണ്ട് തന്നെ പൊടിയാകുമ്പോൾ നമുക്ക് ചവിട്ടി ഇറങ്ങാൻ പറ്റില്ല. കുറച്ച് പൊടി ഉണ്ടാവും അത്യാവശ്യം. അപ്പം 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വൈപ്പ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതേ പൊടി നമ്മുടെ കാലിൽ പറ്റിയിട്ട് അകത്ത് മുഴുവനാവും. ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ചപ്പാത്തിയും പനീർ കറിയും ഉണ്ടാക്കുമായിരുന്നു. ഹസ്ബൻഡിന് ലഞ്ച് കൊണ്ടുപോകണം. അങ്ങനെ ഹസ്ബൻഡ് ഓഫീസിലോട്ട് പോയി കഴിഞ്ഞ് ഞാനും മോനും ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ രൂപി ഞങ്ങളുടെ റാബിറ്റ് വന്നു, അവൾക്ക് ഫുഡ് കൊടുത്തു. നെക്സ്റ്റ് ഫിഷ് ബൗളിൽ ഫിഷ് ഉണ്ടായിരുന്നു,
അതിന് ഫുഡ് കൊടുത്തു. അവർക്കും വിശപ്പില്ലേ. പിന്നെ ഞാനൊന്ന് റിലാക്സ് ചെയ്തൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ പണിയെന്ന് വെച്ചാൽ അതിലോട്ട് കടന്നു. ഇന്നാണെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൽ വെള്ളത്തിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. അവർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന കാരണം പെട്ടെന്ന് ജോലികൾ തീർത്തില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇനി 5 മണിക്കേ വെള്ളം വരത്തുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കൊന്നും വെള്ളം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഉള്ള കറികളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഞാൻ രാവിലെ കുറച്ച് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് കിച്ചൺ ക്ലീനിങ് ആയിരുന്നു. കിച്ചണും ഹോളും ഒക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാം തൂത്ത് വൃത്തിയാക്കി വീട് വയ്ക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഈ ജോലികളോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും കൂടി നമ്മൾ കുറച്ച് സമയം ഡെയിലി മാറ്റി വയ്ക്കണം. ചാനൽ തുടങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഇൻസെക്യൂർ ആയിരുന്നു. എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഒക്കെ വരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പിന്നെ മനുഷ്യനല്ലേ, ആരും പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് വിശേഷം അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ബൈ.